സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഒരു 3 കാർഡ് സ്പ്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്താണ്? ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. ഒരു വ്യക്തിയുടെ കറൻറ്റ് എനർജി നോക്കുമ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ അബണ്ടൻസിനെ സൂചിപ്പിക്കുന്നത്. ക്യൂ എന്ന് പറയുമ്പോൾ നർച്ചറിങ്, പരിപാലനം, കെയറിങ്, ഷെയറിങ്, കമ്പാഷനേറ്റ്, അനുകമ്പയ്ക്കുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ബിസിനസ് ലേഡിയാണ്. കാരണം നല്ല ബിസിനസ് സെൻസുള്ള ലേഡിയാണ്. മാത്രമല്ല പണം കൈകാര്യം ചെയ്യാൻ പ്രത്യേക കഴിവുള്ള ഒരാളാണ്. അത് പണത്തിൻ്റെ മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല അഗ്രികൾച്ചർ, ഗാർഡനിങ് ഇതിലൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ക്യൂൻ ഓഫ് വാൻസ്. ഇവരുടെ പാഷനിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോടുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഫോക്കസ് എന്നുള്ള കാർഡ് പറയുന്നത്. കാരണം ആ മുന്നിലുള്ള ബ്ലാക്ക് കാറ്റ് ഇവരെ സക്സസ്സിനെ സൂചിപ്പിക്കുന്നു. ഇവരുടെ ആ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷനായി മാറണു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് പറഞ്ഞാൽ മായയിൽ പെടുക. അതായത് ഒരു തെറ്റായുള്ള പ്രലോഭനങ്ങളിൽ പെടാതെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ 7 ഓഫ് കപ്സ് എന്നുള്ള കാർഡ് പറയുന്നത്. ഇതൊരു വാണിങ്ങിൻ്റെ കാർഡാണ്. അതായത് ഇങ്ങനെ സക്സസ്ഫുള്ളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ലേഡിയൊക്കെ ആകുമ്പോൾ ധാരാളം പ്രലോഭനങ്ങൾ വരാം, തെറ്റായ വാഗ്ദാനങ്ങൾ തന്നിട്ട്. അപ്പോൾ ആ പ്രലോഭനം മായയിൽ പെടാതെ, പ്രലോഭനങ്ങളിൽ പെടാതെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി വളരെയധികം ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു വാണിയം തരുന്ന കാർഡാണ് 7 ഓഫ് കപ്സ്. അപ്പോൾ ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.